ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിഗ്മ നൊട്ടേഷൻ, അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നമുക്ക് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമുക്ക് സം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സമ്മേഷൻ നമുക്ക് എങ്ങനെ സിഗ്മ നൊട്ടേഷനിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ സമ്മേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് വെലോസിറ്റിയുടെ ടേംസിൽ നമുക്ക് എങ്ങനെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദിസ് ഫാക്റ്റ്. അതായത് നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് ജോമെട്രിക്കലി നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന ടേമിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കാനുള്ളത് പറഞ്ഞാൽ സംസ് ആൻഡ് ഏരിയാസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ലെറ്റ് us പ്ലോട്ട് ദി വെലോസിറ്റി ഓഫ് എ ബസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. നമ്മൾ എന്ത് ചെയ്തു, ഒരു ബസ്സിൻ്റെ വെലോസിറ്റി നമ്മൾ ടൈം വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫിലേക്ക് മാറ്റി. Suppose that the total time interval is closed interval AB, that is t turns from A to B, and this interval is divided into n smaller interval so that A equal to t naught less than t1 less than t naught less than etc tn equal to B. അതായത് നമ്മൾ ടോട്ടൽ ടൈമിന് നമ്മളൊരു ഇൻ്റർവെൽ മാറ്റി, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആക്കി മാറ്റി. എന്നിട്ട് ആ ഇൻ്റർവെല്ലിലാണ് നമ്മൾ എന്താക്കി മാറ്റിയിട്ടുള്ളത്, സ്മോളർ ഇൻ്റർവെല്ലാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ടി നോട്ട് ടി വൺ ടി ടു എക്സെട്ര ടി എൻ ആക്കി. ടി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഫസ്റ്റ് ടേം ആയിരിക്കണം, ടി എൻ എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൻ്റെ ലാസ്റ്റ് ടേം ആയിരിക്കണം. അതുപോലെ ടി വണ്ണിനേക്കാളും വലുതായിരിക്കണം ടി നോട്ടിനേക്കാളും വലുതായിരിക്കണം ടി വൺ, ടി വണ്ണിനേക്കാളും വലുതായിരിക്കണം ടി ടു എക്സെട്ര ടി എൻ. ദെൻ ദ ith ഇൻ്റർവെൽ ഈസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, കുറച്ച് ഇൻ്റർവെൽസ് കിട്ടും അല്ലേ. എൻ സ്മാളർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് n-1 ഇൻ്റർവെൽസ് നമുക്ക് അതായത് ടി നോട്ട് ടി വൺ ഒരു ഇൻ്റർവെൽ വരും, ടി വൺ ടി ടു ഒരു ഇൻ്റർവെൽ ആയിരിക്കും, അങ്ങനെ എക്സെട്ര ടി n-1 ടി എൻ എന്തായിരിക്കും, ഒരു ഇൻ്റർവെൽ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് ith ഇൻ്റർവെൽ ആക്കി അവിടെ എന്ത് കിട്ടും, ti-1 ti ആയിരിക്കും അവിടുത്തെ ith ഇൻ്റർവെൽ. ആൻഡ് ദി വെലോസിറ്റി v ഈസ് എ കോൺസ്റ്റൻറ്റ് vi ഓൺ ദിസ് ഇൻ്റർവെൽ. ദെൻ ദി ഗ്രാഫ് ഓഫ് v ഈസ് ഷോൺ ഇൻ ദി ഫിഗർ ഫോർ n equal to 5. അതായത് നമ്മൾക്ക് ഒരു ഗ്രാഫിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ എന്താക്കി മാറ്റി, ആ ഇൻ്റർവെൽ നമ്മൾ ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ഓരോ ഇൻ്റർവെലാക്കി മാറ്റി, ഓരോ സ്മോളർ ഇൻ്റർവെലാക്കി മാറ്റി. അങ്ങനെ ആ സ്മോളർ ഇൻ്റർവെലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ സ്മോളർ ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ വരുന്ന വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ n equal to 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ടോട്ടൽ ഇൻ്റർവെൽ എ ബി നമ്മൾ എന്താക്കി മാറ്റി, T1 T2 T3 T4 T5 ആക്കി നമ്മൾ 5 പോയിന്റ് വെച്ച് അതിനെ ഡിവൈഡ്, 4 പോയിന്റ് വെച്ച് അതിനെ ഡിവൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഇൻ്റർവെൽ കിട്ടും, 5 ഇൻ്റർവെൽസ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ടി നോട്ട് T1 T1 T2 T2 T3 T3 T4 T4 T5 എന്നിട്ട് 5 ഇൻ്റർവെൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ ഇൻ്റർവെലിൻ്റെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ, അതായത് T1 മൈനസ് ടി നോട്ട് ആയിരിക്കും എന്താണ് ഡെൽറ്റ T1, T2 മൈനസ് T1 ആയിരിക്കും ഡെൽറ്റ T2, T3 മൈനസ് T2 ആയിരിക്കും ഡെൽറ്റ T3, ആൻഡ് T5 മൈനസ് T4 ആയിരിക്കും ഡെൽറ്റ T5. ഈ ഡെൽറ്റ T1 ഡെൽറ്റ T2 ഡെൽറ്റ T3 ഡെൽറ്റ T4 ഡെൽറ്റ T5 ആണ് എന്താ പറഞ്ഞാൽ ഓരോ ഇൻ്റർവെലിൻ്റെയും ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ T1 മുതൽ ടി നോട്ട് മുതൽ T1 വരെ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, വെലോസിറ്റി എന്താണ്, V1 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ T1 മുതൽ T2 വരെ അതിൻ്റെ വെലോസിറ്റി എന്താണ്, V2 ആണ്, കോൺസ്റ്റൻ്റ് വെലോസിറ്റി ആണ്. അങ്ങനെ എക്സെട്ര T4 മുതൽ T5 അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, V5 ആണിത്. ഓരോ ഇൻ്റർവെല്ലും അതിൻ്റെ വെലോസിറ്റി എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈച്ച് റെക്റ്റാങ്കിൾ ഇൻ ദി എബോവ് ഫിഗർ ഈസ് ഓഫ് ഹൈറ്റ് VI ആൻഡ് ബേസ് വിഡ്ത്ത് ഡെൽറ്റ TI അല്ലേ. നമുക്കറിയാം ഓരോ ഇൻ്റർവെൽ നമുക്ക് എന്താ, ഓരോ റെക്റ്റാങ്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ബേസ് ലെങ്ത് നമുക്കറിയാം ഡെൽറ്റ T1 ഡെൽറ്റ T2 ഡെൽറ്റ T3 ഡെൽറ്റ T4 ഡെൽറ്റ T5 റെസ്പെക്റ്റീവാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എത്രയാണ്, V1 ആണ് അല്ലേ, രണ്ടാമത്തെ V2 ആണ്, ദെൻ V3 ആണ്, ദെൻ V4 V5. അത് ഓരോ ഇൻ്റർവെൽസിന് കറസ്പോണ്ടിങ് ആയിട്ടും അതിൻ്റെ വെലോസിറ്റിയിലേക്കുള്ള വെലോസിറ്റിയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. സോ ഡെൽറ്റ TI അതിൻ്റെ ബേസ് വിഡ്ത്തും VI അതിൻ്റെ ഹൈറ്റും ആയിട്ട് വരുന്നുണ്ട്. ഹെൻസ് ദി ഏരിയ ഓഫ് ഈച്ച് റെക്റ്റാങ്കിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ബേസ് വിഡ്ത്തും ഹൈറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ഓരോ റെക്റ്റാങ്കിളിൻ്റെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇതിൻ്റെ അടിയിലുള്ള ഏരിയ നമുക്ക് കിട്ടും. സോ VI ഡെൽറ്റ TI ആയിരിക്കും എന്ത് വരാം, അതിൻ്റെ ടോട്ടൽ എന്ത് വരിക, ഏരിയ എന്ന് പറഞ്ഞാൽ വരാം. Thus the total distance travelled by the bus delta D equal to എന്താ വരിക, summation I equal to 1 to 5 VI delta TI വരും, which is equal to the area of the rectangle under the graph of V അല്ലേ. ഡെൽറ്റ ഡി എന്ന് പറഞ്ഞതാണ് ആ ബസ് ടി നോട്ട് മുതൽ ഇവിടെ നിർത്താൻ ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരിക, ഇതിൻ്റെ അടിയിൽ ഈ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ നമ്മൾ സം ചെയ്താൽ മതി. സോ ആ ഏരിയ നമ്മൾ സം ചെയ്യാനാണ് ഈ ഗ്രാഫിന് താഴേക്കുള്ള മൊത്തം ഏരിയ നമുക്ക് കിട്ടുന്നത്. അത് തന്നെ ആയിരിക്കും എന്നതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ്. ഓക്കെ,
The next, the area under the graph of a function. ഒരു ഗ്രാഫിൻ്റെ അടിയിലേക്കുള്ള ഏരിയനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. The area under the graph of the function f on the interval closed interval a b is defined to be the area of the region in the plane enclosed by the graph y equal to f of x, the axis x-axis and the vertical line x is equal to a and x is equal to b. അപ്പോൾ y equal to f of x എന്ന ഗ്രാഫിൻ്റെ അടിയിലേക്കുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അടിയിലേക്കുള്ള ഏരിയ പോലെ തന്നെ എക്സ് ആക്സിൻ്റെ മുകളിലേക്കുള്ള ഏരിയ പോലെ തന്നെ ഈ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഇസ് ഈക്വൽ ടു ബി, അങ്ങനെ മൊത്തത്തിൽ വരുന്ന ഏരിയയാണ് അതിൻ്റെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. Okay, then let us examine certain similarities between properties of sum and area. അപ്പോൾ നമ്മൾ സിഗ്മ നൊട്ടേഷൻ നമ്മൾ പറഞ്ഞു, അതിൽ നിന്ന് സമ്മേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡീഷൻ സബ്ട്രാക്ഷനും അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലെ, ഇൻക്ലൂഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ. അതുപോലെ തന്നെ അതേ പ്രോപ്പർട്ടീസ് നമുക്ക് ഏരിയാസിൻ്റെ കേസസിൽ നമുക്ക് പറയാൻ പറ്റും. ടു ദ പ്രോപ്പർട്ടി സമ്മേഷൻ ഐ ഈക്വൽ ടു എം ടു പി എ ഐ ഈക്വൽ ടു സമ്മേഷൻ എം ഐ ഈക്വൽ ടു എം ടു എൻ ai plus summation I equal to n plus 1 to p ai of the sums there corresponds additive property of area if a plane region A is split into two areas A1 and A2 which overlaps only along their edges. The area of the region is the sum of the areas of the parts in figure. അപ്പോൾ നോക്കുക അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സിഗ്മ അതായത് സമ്മേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീഷൻ പ്രോപ്പർട്ടി, അതായത് സമ്മേഷൻ ഐ ഈക്വൽ ടു എം ടു പി നമ്മൾ എന്താക്കി മാറ്റി എൻ വരെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എൻ പ്ലസ് 1 മുതൽ നമ്മൾ പി വരെ നമുക്ക് അതിനെ സം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മളൊരു ഏരിയനെ 2 പാർട്ടാക്കി മാറ്റുക, A1 A2 ആയിട്ട് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം ഓൺലി ഓവർലാപ്സ് ദർ എഡ്ജസ് മാത്രമേ അത് ഓവർലാപ്പ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറ്റും, എ എന്ന് പറഞ്ഞാൽ എന്താണ് A1 പ്ലസ് A2. ഫിഗറിൽ നോക്കുക, മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ആണ്. നമ്മൾ 2 റീജിയൻ ആക്കി മാറ്റി A1 ഉം A2 രണ്ടും ഓവർലാപ്പ് ചെയ്യുന്ന എന്താണ് ഈ എഡ്ജസിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് A1 ഉം A2 തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. Okay, അതാണ് additive property. Then another property of the sum is that ai less than or equal to bi ആണെങ്കിൽ നമുക്കറിയാം summation ai less than or equal to summation bi ആയിരിക്കും. അത് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി അല്ലേ. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഒരു പ്ലെയിനിൽ നമ്മൾ റീജിയൻ എടുക്കുക, അതിൻ്റെ ഉള്ളിലൊരു റീജിയൻ ഉണ്ടെങ്കിൽ ആ റീജിയന് എന്താണ് മറ്റേ റീജിയൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് പറയുന്നത് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. അത് ഒരു റീജിയൻ ഉള്ളിൽ മറ്റേത് കണ്ടെയ്ൻ ചെയ്യുന്നു. If one plane region is contained in another, the containing region has more area. അതായത് എ ആണ് നമ്മളുടെ വലിയ റീജിയൻ, അതിൻ്റെ ഉള്ളിലാണ് ബി വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനേക്കാളും ചെറിയ ഏരിയ ആയിരിക്കും എന്ത് ബീനുണ്ടായിരിക്കുക, അങ്ങനെങ്കിൽ ബീനേക്കാളും വലിയ ഏരിയ ആയിരിക്കും എനുണ്ടായിരിക്കുക. അത് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. Okay. The connection between the area and the sum become more explicit if we consider a step function. A function g on the interval closed interval ab is called a step function if closed interval ab can be broken into smaller interval called a subinterval with g constant on each part. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മളൊരു ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്യണം. ആ ഇൻ്റർവെൽ നമ്മൾ സ്മോളർ പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുക, കുറേ സബ് ഇൻ്റർവെൽസ് ആക്കി മാറ്റുക. ഓരോ സബ് ഇൻ്റർവെല്ലും അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആകണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കുന്നവരാണ് എന്ത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. മോർ പ്രീഷ്യസ്ലി there should be numbers x0, x1, x2, etc. xn with the a equal to x0 less than x1 less than x2 less than etc. xn equal to b. അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പാർട്ടീഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. സച്ച് ദാറ്റ് ജി ഈസ് കോൺസ്റ്റന്റ് ഓൺ ഈച്ച് ഇൻ്റർവൽ x0, x1, x1, x2, etc. xn minus 1 xn. The list of points x0, x1, x2, etc. xn is called partition of closed interval ab. നമ്മൾ ആ ഇൻ്റർവൽ നമ്മൾ എന്ത് ചെയ്തു സബ് ഇൻ്റർവൽസ് ആക്കി മാറ്റുന്ന ആ പ്രൊസീജിയറിനെ വിളിക്കുന്നതിനാണ് എന്ത് പാർട്ടീഷൻ എന്ന് വിളിക്കാം. ദെൻ നമുക്ക് ഡെഫിനേഷൻ കൊടുക്കാം. എ ഫംഗ്ഷൻ ജി on closed interval ab is a step function when closed interval ab can be broken up into intervals of width delta xi on each of which g is equal to a constant ki. അത് നമ്മളൊരു ഫംഗ്ഷന് ഇൻ്റർവെൽ നമ്മൾ സബ് ഇൻ്റർവെൽസ് ആക്കി നമ്മളതിനെ മാറ്റുന്നത് പാർട്ടീഷൻ ചെയ്യുന്നു. ഓരോ ഇൻ്റർവെലിൻ്റെ ഉള്ളിലും എന്താണ് അതിൻ്റെ വാല്യൂ, ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് കെ ഐ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. If each ki is positive or 0, then the area under the graph of G is summation I equal to 1 to n ki delta x. നമുക്കറിയാം നമുക്കൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് വിഡ്ത്തും അതിൻ്റെ ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓരോന്നിൻ്റെ ബേസ് വിഡ്ത്ത് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആയി, ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ എക്സ് വരും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണല്ലോ ഓരോ ഉണ്ട്, അത് കെ ഐ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ആയിരിക്കും
ith ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഏരിയ നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ എ ഗ്രാഫ് ഓഫ് ദി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1-4. അത് ഇൻ്റർവെൽ 1-4 ആണ്. ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഇപ്പോൾ 0-യും 0.5ൻ്റെ ഇടയിൽ എക്സ് വരുമ്പോൾ 3 ആയിരിക്കും. 0.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ 2 ആയിരിക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. 4 ആയിരിക്കും. 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഫസ്റ്റ് നോക്കുക ഇൻ്റർവെൽ ഏതാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5. രണ്ടാമത്തെ 0.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്. ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നുണ്ട്. ലെസ് ദാൻ ആണ് കേസൊക്കെ വരുന്നത്, അപ്പോൾ ശ്രദ്ധിക്കണം. ആൾസോ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദി ഗ്രാഫ് ആൻഡ് ദ ഒക്കെ അതിൻ്റെ അടിയിലേക്കുള്ള ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഡാറ്റാസ് വെച്ച് നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റാം. 0 മുതൽ 0.5 വരെ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ദെൻ 0.5 മുതൽ 2 വരെ അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ 3 ആണ്. അത് 0.5ലും 2ലും അതിന് വാല്യൂസ് ഇവിടെ അല്ലേ വരുന്നത്. 0.5ൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. 2ൽ അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ 0.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ് ഇൻ്റർവെല്ലാണ്. അതാണ് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഹോൾ പോലെ ഇട്ടിട്ടുള്ളത്. ദെൻ 2 to 3 അതിൻ്റെ വാല്യൂ ആണ് 2 ആണ്. 3 to 4 അതിൻ്റെ വാല്യൂ ആണ് 4 ആണ്. പക്ഷേ 3 അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അതുകൊണ്ടാണ് 3ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഹോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓരോ റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്ക് എന്തായിട്ടും കൺസിഡർ ആയിട്ടും ഓരോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ആഡ് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. So area under the above step function is the sum of the area of the shaded rectangle in figure. Hence the required area equal to എന്ത് വരിക? ഫസ്റ്റ് റെക്റ്റാങ്കിൾ നോക്കുക. എന്താ അതിൻ്റെ ബേസ് എടുത്ത് എത്രയാണ്? 0.5 ആണ്. ഹൈറ്റ് 1 ആണ്. രണ്ടാമത്തെ എത്രയാണ്? 1.5 ആണ്. ബേസ് എടുത്ത് ഹൈറ്റ് 3 ആണ്. മൂന്നാമത്തെ ഇൻ്റർവെൽ എത്രയാണ്? ബേസ് എടുത്ത് 1 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നാലാമത്തെ ബേസ് എടുത്ത് 1 ആണ്. പക്ഷേ ഹൈറ്റ് എത്രയാണ്? 4 ആണ്. ദാറ്റ് ഈസ് 1 into 0.5 minus 0. 0.5 minus 0 എങ്ങനെ കണ്ടുപിടിച്ചാൽ അതെന്തിനാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം അതിൻ്റെ ബേസ് എടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈനലിന് ഇനീഷ്യൽ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 3 into 2 minus 0.5 വരും. 2 into 3 minus 2 വരും. 4 into 4 minus 3 വരും. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടും? 1 into 0.5 പറഞ്ഞാൽ 0.5 വരും. 3 into 1.5 പറഞ്ഞാൽ 4.5 വരും. ഓക്കെ, ദെൻ 2 into 3 minus 1 പറഞ്ഞാൽ 2 വരും. ദെൻ 4 into 4 minus 3 പറഞ്ഞാൽ 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു എത്ര ആയിരിക്കാം? നമുക്ക് ഇടും 0.5 4.5 പ്ലസ് 2 പ്ലസ് 4 ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 11 ആൻസർ വരും. ഓക്കെ, ദെൻ നമ്മൾ ഇപ്പോൾ ഗ്രാഫിൻ്റെ ഇതിപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലാതെ ഒരു കണ്ടിന്യൂസ് ഗ്രാഫ് വരികയാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ ഈ റെക്റ്റാങ്കിൾ ആ ഗ്രാഫിന് താഴ്ഭാഗത്ത് കൺസിഡർ ചെയ്യുമ്പോൾ, അതുപോലെ അതാണ് ലോവർ സം ആണ്. മുകൾ ഭാഗത്തേക്കാണെങ്കിൽ അത് നമ്മൾ അപ്പർ സം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ടോപ്പിക്സ് ലോവർ സം ആൻഡ് അപ്പർ സം ഓഫ് എ ഫംഗ്ഷൻ. ഗിവൺ എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ്, വി വിഷ് ടു കമ്പ്യൂട്ട് ദി ഏരിയ എ അണ്ടർ ഇറ്റ്സ് ഗ്രാഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പോൾ ലോവർ സമ്മും അപ്പർ സമ്മും പറയുന്നതിന് നമുക്ക് ഫിഗർ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഗ്രാഫ്. നമ്മൾ നേരത്തെ എടുത്ത പോലെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി നമ്മൾ എന്ത് ചെയ്യുക? സ്മോളർ ഇന്റർവെൽസ് ആക്കി നമ്മൾ സബ് ഇന്റർവെൽസ് ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെ ഓരോ ഇന്റർവെൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്രാഫിന് താഴേക്ക് റെക്റ്റാങ്കിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷെയ്ഡഡ് റീജിയൻ. പക്ഷേ ആ ഗ്രാഫിന് അടിയിലേക്ക് ക്ലോസ് ഇന്റർവെൽ എ ബിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ വൈറ്റ് റീജിയൻസ് കാണില്ല. അവിടെയൊക്കെ നമുക്ക് മിസ്സാവാണ്. അപ്പോൾ നമ്മൾ ഇന്റർവെൽ ഒന്നുകൂടി ചെറുതാക്കി നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെയാണ് ഇത് നമ്മളെടുത്ത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ ഗ്രാഫ് മുകളിലേക്കാണ് നമ്മൾ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ നമ്മൾ ഇന്റർവെൽ ചെറുതാക്കി നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് റീജിയനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ലോവർ സം L denote a capital L ആണ്. For f on closed interval a b is said to be the area under the graph of a non-negative step function g for which g of x less than or equal to f of x on closed interval a b. നമ്മൾ എന്താ f of x താഴേക്കുള്ള ഒരു ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ g of x നമ്മൾ കൺസിഡർ ചെയ്തു. ഇഫ് g of x is equal to ki on ith sub interval xi minus 1 xi of length delta xi for I equal to 1, 2, 3, etc. n, then the inclusion property of the areas tell us that summation ki delta xi less than or equal to area. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തേക്കാണ് നമ്മൾ എന്തെടുത്തിട്ടുണ്ടായിരുന്നത്? ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. താഴ്ഭാഗത്തേക്കുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ ആണ് എങ്കിൽ, എ ബി ഏരിയ ടോട്ടൽ എ ആണ് എങ്കിൽ അതിനേക്കാളും
ഏരിയ നമുക്ക് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ഏരിയ ആണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ളേക്ക് ഏരിയ നമ്മളെങ്ങനെ കണ്ടുപിടിച്ചു? ഓരോ റെക്റ്റാങ്കിൾസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് സം ചെയ്താൽ മതി. ഫസ്റ്റ് റെക്റ്റാങ്കിളുടെ ഏരിയ എന്നാണ് ഈ ബേസ് വിഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ഇതും പിന്നെ ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ അങ്ങനെ ഓരോന്നും സം ചെയ്താൽ മതി. അതാണ് എന്തെന്ന് പറഞ്ഞാൽ സമ്മേഷൻ കെ എ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും നമ്മളുടെ ഗ്രാഫിന് താഴേക്കുള്ള കറക്റ്റ് ഏരിയനേക്കാളും ചെറുതായിരിക്കും. ഇനി നമ്മൾ വേറെ മുകൾ ഭാഗത്തേക്കുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുക. അതായത് ആൻ അപ്പർ സം ക്യാപിറ്റൽ യു ഓഫ് എഫ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി is said to be the area under the graph of the non-negative step function h for which f of x less than or equal to h of x ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിനേക്കാളും വലിയൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ എച്ച് ഓഫ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് അതാണ് റെക്റ്റാങ്കിൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഹൈറ്റ് എച്ച് ഓഫ് എക്സ് എന്നാൽ എം ഐ ഓൺ ജെത്ത് സബ് ഇന്റർവൽ എക്സ് ജെ മൈനസ് വൺ എക്സ് ജെ ഓഫ് ലെങ്ത് ഡെൽറ്റ എക്സ് ജെ ഫോർ ജെസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ. ദെൻ ദി ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ഏരിയ നമുക്ക് എന്താ കിട്ടാം? ആ കറക്റ്റ് ഏരിയനേക്കാളും കൂടുതൽ ഏരിയ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ജെസ് ഈക്വൽ ടു 1 to n എം ജെ ഡെൽറ്റ എക്സ് ജെ. അതായത് സെക്കൻഡ് ഫിഗർ നോക്കാം. ഇതിൽ നമ്മൾ എന്തായിട്ടുള്ളത്? ഈ എഫ് വൈ ഈക്വൽ എഫ് ഓഫ് എക്സിനേക്കാളും വലിയൊരു എച്ച് ഓഫ് എക്സ് എന്നിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ പ്രത്യേകം എന്താണ്? ഇതാണ് നമുക്ക് ഏരിയ ആവശ്യമുള്ളത്. പക്ഷെ അതിനേക്കാളും കുറച്ച് കഷ്ണങ്ങൾ പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഏരിയ എക്സ്ട്രാ വരുന്നതാണ്. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ എം ജെ ഡെൽറ്റ എക്സ്. അപ്പോൾ നോക്കുക, ലോവർ സം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഏരിയനേക്കാളും ചെറുതാണ്. അപ്പർ സം പറഞ്ഞതാണ് കറക്റ്റ് ഏരിയനേക്കാളും കുറച്ച് കൂടും. അപ്പോൾ ഈ കറക്റ്റ് ഏരിയയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നോക്കുക, ഫിഗർ നോക്കി നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഈ സബ് ഇൻട്രവൽസ് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരും. അപ്പോൾ ഈ ഏരിയയിലേക്ക് കറക്റ്റ് വരും. ഇവിടെ അതുപോലെ നമ്മൾ സബ് ഇൻട്രവൽ ചെറുതാക്കി നമുക്ക് കറക്റ്റ് ഏരിയയിലേക്ക് കിട്ടും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോവർ സമ്മും അപ്പർ സമ്മും എന്താണ്? അതിൻ്റെ ഇടയിലായിരിക്കും എന്ത് നമ്മളുടെ കറക്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. When we partition with a sufficiently small subinterval, the lower sum and the upper sum are become arbitrary close to one another. Then there can be one number A, that is area, such that L less than or equal to A less than or equal to A less than or equal to A less than or equal to the lower sum, the correct area, and the upper sum. For every lower sum L and every upper sum U, and their number must be in the area under the graph. അങ്ങനെ നമ്മൾ സബ് ഇൻട്രവൽസിൻ്റെ ലെങ്ത് നമ്മൾ കുറയ്ക്കുക. അതായത് സബ് ഇൻട്രവൽസിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോവർ സം അപ്പർ സം ആർബിട്രറി ക്ലോസ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. എ എന്ന് പറഞ്ഞ നമ്പറിലേക്ക്. Okay, then area under the graph. To calculate the area under the graph of a non-negative function f, we try to find lower and upper sum. നമ്മൾ ഒരു ഗ്രാഫിന് അടിയിലേക്കുള്ള ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ലോവർ സം അപ്പർ സമ്മും കണ്ടുപിടിക്കുക. വിച്ച് ആർ ക്ലോസർ ആൻഡ് ക്ലോസർ ടുഗദർ. നമ്മൾ എന്ത് ചെയ്യാൻ ഇതിൽ ഇൻഫിനിറ്റിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും. ദ ഏരിയ ക്യാപിറ്റൽ എ ഈസ് ദി നമ്പർ വിച്ച് above all lower sum and below all upper sum. നമ്മൾ എടുക്കുന്ന എല്ലാ ലോവർ സമ്മിനേക്കാളും കൂടുതലായിരിക്കും എന്ത് പറഞ്ഞാൽ ഏരിയ ഉണ്ടായിരിക്കുക. അതുപോലെ എല്ലാ അപ്പർ സമ്മിനേക്കാളും താഴെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. യൂസ് ലോവർ ആൻഡ് അപ്പർ സം ടു ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0 1. ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ഇടയ്ക്ക് വരുന്ന ഏരിയാസ് നമുക്ക് കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താണ്? ഒരു ലോവർ ഫംഗ്ഷൻ ഒരു അപ്പർ ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. Let us divide the interval closed interval 0 1 into 2 n equal intervals ആക്കി നമ്മൾ ഡിവൈഡ് ആണ്. ഒരു ഇന്റർവലിന് n ഈക്വൽ ഇന്റർവൽസ് ആക്കി ഡിവൈഡ് ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ലെങ്ത് നമ്മൾ എന്നോട് ഡിവൈഡ് ചെയ്താൽ മതി. അതിൻ്റെ സബ് ഇന്റർവൽ നമ്മൾ കിട്ടും. വിത്ത് എ പാർട്ടീഷൻ ഓഫ് ഫോം 0 ഈക്വൽ സബ് ഇന്റർവൽസ് ആക്കിയാണ് നമ്മൾ ഡിവൈഡ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് 0 വരും, ദെൻ 1/n 2/n എക്സെട്ര n മൈനസ് 1/n ലാസ്റ്റ് പോയിന്റ് 1 വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ x0 പറഞ്ഞാൽ 0 ആണ്, x1 പറഞ്ഞാൽ 1/n ആണ്, x2 പറഞ്ഞാൽ 2/n എക്സെട്ര x0 xn പറഞ്ഞാൽ ഒരു 1 വരും. ദെൻ നമുക്ക് 2 സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യണം. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രത്യേകം എന്തായിരിക്കണം? അത് നമ്മുടെ ഫംഗ്ഷനേക്കാളും കൂടുതലായിട്ട് തന്നെ ഒന്ന് എന്തായിരിക്കണം? ചെറുതായിട്ട് തന്നെ. അതായത് ഒന്ന് അപ്പർ സം ലോവർ സം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജി നമ്മൾ ഡിഫൈൻ ചെയ്തു 2 into I minus 1/n ഓൺ ദി ഇന്റർവൽ I minus 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ I/n ആണ് ഇന്റർവൽ. 2 ആയിരിക്കും x is equal to 1. അത് x is equal to 1 ആകുമ്പോൾ ആ ഫംഗ്ഷൻ എന്തായാലും 2 ആണ് വരിക. അതുപോലെ x is equal to 0 ആകുന്ന പോയിന്റ്സിൽ എന്താണ് വരിക? അത് 0 ആണ് വരിക. അപ്പോൾ അല്ലാത്ത ഇന്റർവൽസിൽ അതിൻ്റെ പോയിന്റ് നമ്മൾ എന്താക്കി എടുത്തു? I minus 1/n ഉം I/n ആണ് ഇന്റർവൽ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 into I minus 1/n ആണ്. ദെൻ h of x ആണ് എത്രയാണ്? 2I/n ആണ് ഓൺ ദി ഇന്റർവൽ I minus 1/n ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ I/n ആൻഡ് 2 ആയിരിക്കും ഇവിടെ x is equal to 1 ആവുന്ന കേസ് I equal to 1 2 3 എക്സെട്ര. ഈ നോക്കുക, ഈ g of x ഉം h of x നോക്കുക. g of x ആണ് നമ്മളുടെ f of x-നേക്കാളും ചെറിയ ഫംഗ്ഷൻ ആണ്. h of x ആണ് നമ്മളുടെ f of x-നേക്കാളും വലിയ ഫംഗ്ഷൻ. നമുക്ക് നോക്കാം. Since f of x is equal to 2x ആണ് for every x in belongs to closed interval 0 1.
for all I equal to 1, 2, 3, etc. Then I minus 1 by n less than or equal to x less than I by n ആണ് ഇൻ്റർവെല്ലിൽ നമ്മൾക്കറിയാം എന്ത് ചെയ്യുക, ഈ നമ്മൾ ആദ്യ ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു, അതിന് നമ്മൾ ത്രൂ ഔട്ട് 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 2i minus 1 by n less than or equal to 2x less than 2i by n. 2i minus 1 by n എന്താണ് നമ്മളുടെ g of x എന്ന ഫംഗ്ഷനാണ് അല്ലേ. ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ആണ്, 2x ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ആണ്, 2i by n ആണ് നമ്മുടെ എച്ച് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എച്ച് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മളത് ഏത് ഈ ഇൻ്റർവെല്ലിലെ കേസ്, ഇനി ജി അറ്റ് ദി പോയിന്റ് 1 നമുക്ക് അറിയാം 2 ആണ്, എച്ച് അറ്റ് ദി പോയിന്റ് 1 2 ആണ്. സോ ജി ഓഫ് 1 ഈക്വൽ ടു എത്രയാണ്, എച്ച് ഓഫ് 1 ആണ്, അത് ഈക്വൽ ആണ് എഫ് ഓഫ് 1 ദാറ്റ്സ് ഈക്വൽ എത്രയാണ് 2 ആണ് വരുന്നത്. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏത് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എച്ച് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സിനേക്കാളും വലിയ ഫംഗ്ഷൻ ആണ് എച്ച്, എഫ് ഓഫ് എക്സിനേക്കാളും ചെറിയ ഫംഗ്ഷൻ ആണ് ജി. ഹെൻസ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എച്ച് ഓഫ് എക്സ് നമുക്ക് വരാൻ ഇവിടെ ക്ലോസ് ഇന്റർവൽ 0, 1 ഫോർ എവരി എക്സ്. Thus the step function g of x lies below of f of x and the step function h of x lies above f of x. Then the lower sum L for f on the closed interval 0, 1 is the area under the graph of the step function g. അല്ലേ, നമുക്കറിയാം ലോവർ സം എന്താ പറയുക, ഈ ജിന്റെ താഴേക്കുള്ള ഏരിയ വരിക. ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു എന്തെങ്കിലും സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n k i ഡെൽറ്റ എക്സ് ഐ. ദാറ്റ് ഈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n k i എന്താ വരുന്നത് 2 into I minus 1 by n ഡെൽറ്റ എക്സ് എന്നാൽ സബ് ഇന്റർവൽ ലെങ്ത് I by n minus I minus 1 by n. നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയാം I by n minus I minus 1 by n നമ്മൾ അപ്രോക്സിമേറ്റ് നമുക്ക് 1 by n വരും. ദാറ്റ് ഈസ് 2 by n എന്താണ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെ n കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ദാറ്റ് ഈസ് 2 by n സ്ക്വയർ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. സമ്മേഷൻ I ഈക്വൽ ടു 1 to n I minus 1. സമ്മേഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സിഗ്മ നൊട്ടേഷന് സം ഡിഫറൻസ് പ്രോപ്പർട്ടീസ് നമുക്ക് സമ്മേഷൻ ഐയും മൈനസ് സമ്മേഷൻ 1 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് 2 by n സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ I മൈനസ് സമ്മേഷൻ 1. അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n into n plus 1 ആണ്. സോ I ഈക്വൽ ടു 1 to n ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും 2 by n സ്ക്വയർ ഇൻറ്റു n into n minus 1 by 2 വരും. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ സം. 1 നമ്മൾ n ടൈംസ് സം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വരിക n വരും അല്ലേ. ദാറ്റ് ഈസ് n plus 1 by n minus 2 by n. നമ്മളെന്താ ഇവിടെ n into n plus 1 by 2 നമ്മൾ ഇതിനും ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഉം 2 ക്യാൻസൽ, ഇവിടെ n ഉം n ഉം ക്യാൻസൽ, ദാറ്റ് ഈസ് ബാക്കി എന്താണ് n plus 1 by n ഉണ്ടാവും. ഇവിടെ അതുപോലെ 2n by n സ്ക്വയറിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും 2 by n ഉണ്ടായിരിക്കും. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും n plus 1 minus 2 by n വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 1 by n വരും. ഇനി നമുക്കറിയാം എച്ച് ഓഫ് എക്സ് എന്നാൽ എഫ് ഓഫ് എക്സിനേക്കാളും എബവ് ഉള്ളൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് അപ്പർ സം പറഞ്ഞാൽ എന്ത് വരും ഈ എച്ച് ഓഫ് എക്സിന് താഴേക്കുള്ള ഏരിയ ആണ്. That is similarly an upper sum m for the function f on the closed interval 0, 1 is the area under the graph of the step function h and is given by m equal to summation I equal to 1 to n mi delta xi. Okay, that is I equal to 1 to n. mi അവിടെ എന്താ വരുന്നത് 2i by n ആണ് വരുന്നത്. ആൻഡ് ഇന്റർവൽ ലെങ്ത് ആണ് I by n minus I minus 1 by n വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട് സമ്മേഷൻ I equal to 1 to n 2i by n into 1 by n വരും. 2 by n സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാൻ സമ്മേഷൻ I equal to 1 to n I. ദാറ്റ്സ് ഈക്വൽ എന്ത് വരും സമ്മേഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് 2 by n സ്ക്വയർ ഇൻറ്റു n into n plus 1 by 2 വരും. ഇവിടുന്ന് 2 ക്യാൻസൽ ചെയ്യുമ്പോൾ n സ്ക്വയർ ക്യാൻസൽ, ബാക്കി n plus 1 by n വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 plus 1 by n. അപ്പോൾ നമുക്ക് ലോവർ സമ്മാണ് 1 minus 1 by n, അപ്പർ സമ്മാണ് 1 plus 1 by n. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോവർ സമ്മിൻ്റെ അപ്പർ സമ്മിൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ കറക്റ്റ് ഏരിയ ലൈ ചെയ്യാൻ. ഹെൻസ് ദി ഏരിയ എ അണ്ടർ ദി ഗ്രാഫ് ഓഫ് എഫ് ഓൺ ദി ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 സാറ്റിസ്ഫൈ ദി ഇനീക്വാലിറ്റി എന്ത് എൽ ലെസ് ദാൻ ഈക്വൽ ടു എൽ ലെസ് ദാൻ ഈക്വൽ ടു യു ആണ്. എൽ പറഞ്ഞാൽ 1 minus 1 by n ഉം യു പറഞ്ഞാൽ 1 plus 1 by n ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഇന്റർവൽ ലെങ്ത് കൂട്ടിയാൽ, അതാണ് n നമ്മൾ കൂട്ടിയാൽ ഇന്റർവൽ ലെങ്ത് കൂട്ടില്ല, ഇന്റർവൽ എണ്ണം കൂട്ടുക, ഇന്റർവൽസിന്റെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ഏരിയ കിട്ടും. അപ്പോൾ ലോവർ സമ്മിൽ അപ്പർ സമ്മിൽ നമ്മൾ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് കിട്ടും 1 വരും, ഇവിടെയും 1 വരും. കാരണം 1 by n 0 പോകും, 1 by n 0 ലിമിറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഫോർ ഓൾ n ഹിയർ വി ടേക്കിംഗ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്ത് കിട്ടും ലോവർ സം അപ്പർ സം ഈക്വൽ ടു 1 വരും. ഈസ് 1 ലെസ് ദാൻ ഈക്വൽ ടു എ ലെസ് ദാൻ ഈക്വൽ ടു ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് നമുക്ക് കറക്റ്റ് ഏരിയ ഈക്വൽ ടു എന്ത് കിട്ടും 1 കിട്ടും. അതാ ഗ്രാഫ് എഫിന് അടിയിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, then next the velocity v of a moving bus in meter per second is observed over the period of 7.5 seconds, and it is found that for less than or equal to v less than or equal to 5.1 when 0 less than t less than 7.5, 3 less than or equal to v less than or equal to 5 when 7.5 less than t less than 50, 4.4 less than or equal to v less than or equal to 5.5 when 15 less than t less than 22.5, 3
less than or equal to v less than or equal to 4.1 when 22.5 less than t less than 30. Estimate the distance traveled during the uh, interval. Okay, interval t equal to 0 to t equal to 3. T equal to 0 t equal to 30 ആണ് ഇൻ്റർവെലിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ട്രാവൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്ന സാധനത്തിന് നമ്മൾ ആദ്യം എടുത്തത് വെലോസിറ്റി പറഞ്ഞാൽ 4.4 മുതൽ 5.1 വരെയൊക്കെ ഇവിടെ ഈ ഇൻ്റർവെൽ. അതായത് ഈ ഇൻ്റർവെൽ പറഞ്ഞാൽ വീൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഫങ്ഷൻസ് ആണ് 4, 3, 4.43. മുകളിൽ വരുന്നതാണ് 5.1, 5.5, 4.1. അതായത് നമ്മളിവിടെ രണ്ട് ടേംസ് ആക്കി മാറ്റാൻ പോകുന്നത്. അതായത് ആ ഫംഗ്ഷൻ്റെ വിയും വെലോസിറ്റിന് മുകളിൽ വരുന്നത് വെലോസിറ്റിന് താഴെ വരുന്ന സൈറ്റ് നമ്മൾ മാറ്റുക. അത് ലോവർ സം അപ്പർ സമ്മിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. ഹിയർ k1 equal to 4, k2 equal to 3, k3 equal to 4.4, k4 equal to 3. And m1 equal to 5.1, m2 equal to 5, m3 equal to 5.5, m4 equal to 4.1. ഡെൽറ്റ ടി ഐ എന്ന് പറഞ്ഞാൽ നോക്കുക, എല്ലാ ഇൻ്റർവൽ ലെങ്ത് എന്താണ് ഈക്വൽ ആണ്. അതായത് 7.5 0 മൈനസ് എന്താ വരിക 7.5 വരും. 15 7.5 മൈനസ് എന്താ വരിക 7.5. 22.5 50 മൈനസ് 7.5 വരും. 13 22.5 മൈനസ് 7.5. ബട്ട് ലെങ്ത് ഇൻ്റർവൽ ലെങ്ത് ആണ് എല്ലാം സെയിം ആണ്, 7.5 ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഐ ഈക്വൽ 7.5 ആണ് ഫോർ ഐ ഈക്വൽ ടു 1 2 3 x 4. Okay, then the lower estimate for the distance traveled is summation I equal to 1 to 4 ki delta ti, that is equal to 4 into 7.5 plus 3 into 7.5 plus 4.4 into 7.5 plus 3 into 7.5. നമുക്ക് എല്ലാത്തിനും 7.5 പുറത്തെടുത്തിട്ട് നമുക്ക് ബാക്കി സംവിധാനം ദാറ്റ്സ് ഈക്വൽ നമുക്ക് കിട്ടും 108 കിട്ടും. And the upper estimate for the distance traveled is summation I equal to 1 to 4 mi delta ti, that is equal to 5.1 into 7.5 plus 5 into 7.5 plus 5.5 into 7.5 plus 4.1 into 7.5. ഇവിടെ അതുപോലെ 7.5 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ബാക്കിയുള്ളതിന് സം ചെയ്താൽ ദാറ്റ്സ് ഈക്വൽ എന്ത് വരും 147.75. അപ്പോൾ ലോവർ സം പറഞ്ഞാൽ 108ഉം അപ്പർ സം പറഞ്ഞാൽ 147.75. അപ്പോൾ ടി ഈക്വൽ ടു 0ൻ്റെയും ടി ഈക്വൽ 30ൻ്റെ ഇടയിൽ വരുന്ന ആ ട്രാവൽ ചെയ്ത ബസ്സിൻ്റെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 108 147.75. Hence the distance traveled during the interval t equal to 0 to t equal to 30 is between 108 and 147.75 meters. Okay, then വരുന്ന ടേമാണ് സൈൻഡ് ഏരിയ. സൈൻഡ് ഏരിയ ആണ് സിമ്പിളായിട്ട് ഒന്നുമില്ല, ഒരു ഗ്രാഫിൻ്റെ അടിയിലേക്കുള്ള ഏരിയ എവിടെ മുതൽ എവിടെ വരെ എക്സ് ആക്സിൻ്റെയും അതുപോലെ വെർട്ടിക്കൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഏരിയ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ സൈൻഡ് ഏരിയ ഓഫ് എ റീജിയൻ ഈസ് ദി ഏരിയ ഓഫ് ദ പോർഷൻ അബവ് ദി എക്സ് ആക്സിസ് മൈനസ് ദി ഏരിയ ഓഫ് ദി പോർഷൻ ബിലോ ദി എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാതെ അബവ് ദി എക്സ് ആക്സിസും ആൻഡ് മൈനസ് ദി ഏരിയ ഓഫ് ദി പോർഷൻ ബിലോ ദി എക്സ് ആക്സിൻ്റെ താഴേക്ക് അതിൻ്റെ ഏരിയ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം. അതാണ് സൈൻഡ് ഏരിയ, അല്ല പ്ലസ് അല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ ദ റീജിയൻ ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് ആൻഡ് ദി ഗ്രാഫ് ഓഫ് ദി സ്റ്റെപ്പ് ഫംഗ്ഷൻ ജി, this sine area is equal to summation I equal to 1 to n ki delta xi. Then counterpart of sine area for the distance velocity problem. If the bus is moving to the right, then v greater than 0. അല്ലേ, റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 0 ആക്കി എടുക്കണം, അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ലെഫ്റ്റിലേക്കാണ് നമ്മൾ ലെസ് ദാൻ 0 എടുക്കണം. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ആർ ഇൻക്രീസിങ്. If the bus is moving to the left, then velocity v less than 0 and the distance are decreasing. In the formula, delta d equal to the total distance. Summation I equal to 1 to n vi delta ti. Delta d is the displacement or net distance the bus has moved, not the total distance traveled, which would be summation I equal to 1 to n mod vi delta t. അപ്പോൾ summation vi delta ti എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നെറ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താണ്, അല്ലാതെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തല്ല. നെറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് സമ്മേഷൻ വി ഐ ഡെൽറ്റ ടി പറഞ്ഞാൽ. അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ മോഡുലസ് ഓഫ് വി ഐ എടുക്കണം. കാരണം ചില കേസിൽ ബസ് മുന്നോട്ട് പോകുമ്പോൾ അത് വി പോസിറ്റീവ് ആയിരിക്കും, ബാക്കിലേക്ക് വരുമ്പോൾ വി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് വാല്യൂസ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോയത് പ്ലസ് ഇങ്ങോട്ട് വരുന്നത് കിട്ടണം, അതായത് മോഡുലസ് ഓഫ് വി ഐ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, just as with the sine area, movement to the left is considered negative and is subtracted from the movement to the right. Okay, draw the graph of the step function g on closed interval -1 to defined by g of x is equal to -1 in -1 less than or equal to x less than 0, 2 in 0 less than or equal to x less than or equal to 1, and 3 in 1 less than or equal to 1 less than x less than or equal to 2. Compute the sine area of the region between the graph and the x-axis. x-axisനും ആ ഗ്രാഫിൻ്റെ ഇടയിലുള്ള സൈൻ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ. ദി ഗ്രാഫ് ഓഫ് ദ ഗിവൺ സ്റ്റെപ്പ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ആസ് ഇൻ ഫിഗർ. അതായത് നമ്മൾ എന്ത് ചെയ്യാം,
ഗ്രാഫിലേക്ക് മാറ്റാം. നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. -1 മുതൽ 0 വരെ അതിൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. 0 മുതൽ 1 വരെ അതിൻ്റെ വാല്യൂ 2 ആണ്. 1 മുതൽ 2 വരെ അതിൻ്റെ വാല്യൂ 3 ആണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ ഓപ്പൺ ഹോൾസ് ഇട്ടിരിക്കുക, അവിടെ അതിൻ്റെ വാല്യൂ അതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നമുക്കറിയാം ഓരോ ഇൻ്റർവെൽ നോക്കുക. ഓരോ ഇൻ്റർവെല്ലിൽ ലെങ്ത് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ഡെൽറ്റ ടി ആണെങ്കിൽ 1 ആണ് വരുന്നത് ഓരോ ഇൻ്റർവെല്ലിൽ ലെങ്ത്തും. ഹൈറ്റ് നോക്കുക. ഫസ്റ്റത്തെ ഹൈറ്റ് എത്രയാണ്? -1 വരുന്നു. ഇവിടെ 2 വരുന്നു. ഇവിടെ എത്രയാണ്? 3 വരുന്നു. അപ്പോൾ ഹൈറ്റ് ആണ് ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ -1 എന്ന് പറഞ്ഞു. -1 ഒരു ഹൈറ്റ് എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് ഡിനോട്ട് ചെയ്യും ഇല്ല. അപ്പോൾ ബസ് നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ -1 എന്നിട്ടുള്ളത്. ദർ ആർ 3 ഇൻ്റർവെൽസ് അല്ലേ? 3 ദർ ആർ 3 ഇൻ്റർവെൽസ് 3 ഓക്കെ കറക്റ്റ് ചെയ്യാം. 3 ഇൻ്റർവെൽസ് വിത്ത് ഡെൽറ്റ xi ഈക്വൽ ടു 1 ആണ്. എല്ലാത്തിൻ്റെയും ലെങ്ത് 1 ആണ് വരുന്നത് അല്ലേ? 0 നിന്ന് -1 മൈനസ് ആയാലും ലെങ്ത് 1 ആണ്. 1 നിന്ന് 0 മൈനസ് ആയാലും ഡിഫറൻസ് 1 ആണ്. 1ഉം 2 നമ്മൾ ഡിഫറൻസ് എത്രയാണ്? 1. അപ്പോൾ അവിടുത്തെ ഇൻ്റർവെൽ ലെങ്ത് ആണ് ഡെൽറ്റ xi ഈക്വൽ ടു 1 ആണ് ഫോർ i ഈക്വൽ ടു 1 2 3. k1 ഈക്വൽ ടു 3 വരുന്നത് -1 ആണ്. k2 ഈക്വൽ ടു 2 ആണ്. k3 ഈക്വൽ ടു 3 ആണ് വരുന്നത്. ദെൻ നമുക്ക് അതിൻ്റെ സൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഗ്രാഫ് ആൻഡ് ദ എക്സ് ആക്സിസ് നമുക്ക് വന്നിട്ടുണ്ട്. സമ്മേഷൻ i ഈക്വൽ ടു 1 2 3 ki delta xi that's equal to ki first interval -1 into 1 plus 2 into 1 plus 3 into 1. -1 into 1 ആണ് എത്ര? -1 വരും. 2 into 1 ആണ് 2 വരും. 3 into 1 ആണ് 3 വരും. അപ്പോൾ -1 plus 2 ആണ് അതൊരു -1 plus 2 ആണ് 2 വരും. 2 plus 3 ആണ് -1 plus 2 ആണെങ്കിൽ -1 plus 2 ആണെങ്കിൽ 1 വരും. ദെൻ 1 plus 3 ആണ് അത് വരും 4 വരും. ഓക്കെ, ഇത് അതിൻ്റെ സൈൻഡ് ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മോഡ് vi എടുക്കണം. കാരണം ഇവിടെ നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ക്ലിയർ.